നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടു. ഒടുവില് വാസവന് മാഷിന്റെ വീട്ടിൽ വന്ന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് മാഷ് വാസവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. വിക്രം ഒരിക്കലും അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലെന്ന്. പക്ഷെ വാസവൻ അതൊന്നും കേട്ടില്ല. വാസവന്റെ കട്ടക്കലിപ്പായിരുന്നു. വിക്രം തന്റെ മകനെ കൊന്നു. പിന്നീട് മാഷിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വന്ന കമല അതിന്റെ ഇടയ്ക്കിലേക്ക് കയറുവാണ്. കമലയെ പിടിച്ചു വാസവൻ തള്ളിവിടുന്നൊക്കെ ഉണ്ട്. കമല തലയടിച്ച് താഴെ വീടുവാണ്. പെട്ടെന്ന് തന്നെ കമലയുടെ ബോധം കാര്യങ്ങളൊക്കെ പോയി. കാരണം കമലയ്ക്ക് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി മാഷിനെ ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് വാസവനൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും കമലയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് മാഷ് ശ്രീജെല്ലാം ചേർന്നിട്ട്. പക്ഷേ കമലയ്ക്ക് അപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കമലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്തെല്ലാം വല്ലാത്ത ടെൻഷനിലായിരുന്നു മാഷ്. കാരണം മാഷിനറിയാം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കമല ആദ്യം ഐസിയുവിലേക്ക് കയറ്റുവാണ്. കാരണം കമലയ്ക്ക് BP എല്ലാം പെട്ടെന്ന് ഹൈ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് BP പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പം ഈ ഒരു സംഭവം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ വിക്രം അറിയുവാണ്. അനിയൻകുട്ടനാണ് വിക്രത്തോട് പറയണേ, ഇതുപോലൊരു സംഭവം നടന്നു, നിന്റെ അമ്മ ഹോസ്പിറ്റലാണ്, വാസവൻ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയെന്ന്. വിക്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? വിക്രം ഒളിവിലാണല്ലോ. വിക്രത്തിന് അമ്മയെ ചെന്ന് കാണാതിരിക്കാൻ പറ്റില്ല. തൻ്റെ ജീവൻ പോയാലും ശരി, തനിക്ക് തൻ്റെ അമ്മയെ കാണുന്നൊരു ചിന്ത മാത്രമേ വിക്രത്തിനുണ്ടായിരുന്നുള്ളൂ. വിക്രം അത് അനിയൻകുട്ടനോടൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ അനിയൻകുട്ടനൊന്നും സംഭവിച്ചില്ല. എടാ, നീ ഇപ്പോൾ പോകുന്ന ആപത്താണ്. ഒന്നാമത്തെ കാര്യം, പോലീസ് 4 പാടും വിക്രത്തെ അന്വേഷിച്ച് നടക്കുന്നു. അതിനേക്കാൾ ഉപരി വാസവനും വാസവന്റെ ഗുണ്ടകളും അവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയ വിക്രത്തിന്റെ കാര്യത്തിനൊരു തീരുമാനമാവുന്ന ഈ പറയുന്ന അവർക്കൊക്കെ അറിയാം. പക്ഷെ വിക്രത്തിന് തൻ്റെ പെറ്റമ്മ കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞ വിക്രത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? വിക്രം ഒടുവിൽ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതേ സമയം ശ്രീജ വേദയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ ഹോസ്പിറ്റലാന്നുള്ള കാര്യം. അത് കേട്ടാൽ പിന്നെ വേദയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? വേദ കേട്ടപടി തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ്. എന്നിട്ട് ശ്രീജയോട് ചോദിച്ചു, എന്താ ശ്രീജ അടുത്തി, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്ക് ശ്രീജ കാര്യങ്ങൾ പറയണം. വാസവന്റെ ഗുണ്ടകളും വാസവനും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ആ സമയത്ത് സംഭവിച്ചാന്ന് പറഞ്ഞു. വേദയ്ക്ക് സഹിച്ചില്ല. വേദ പിന്നീട് ഇന്ന് മാഷിനെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ വിഷമിക്കണ്ട, വിക്രം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ചേർന്ന് കളിക്കുന്നുണ്ട്. വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിക്രത്തിന് ഉറപ്പായിട്ട് ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. വിക്രത്തിന്റെ ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ല. വിക്രം ജയിലിലേക്കൊന്നും പോകത്തില്ല എന്ന്. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, എനിക്കറിയാം ഇപ്പോഴും നീ വിക്രത്തെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. ഇത് കേട്ടപ്പോൾ വേദ ഒന്നും മിണ്ടിയില്ല. നീ ആ വീട് വിട്ടു പോയെങ്കിലും നിന്റെ മനസ്സിൽ ഇപ്പോഴും വിക്രമാണെന്ന് എനിക്കറിയാം. കാരണം വേദയുടെ വാക്കുകളിൽ ആ വിക്രത്തോടുള്ള സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും അവൾ തൻ്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാഷിന് മനസ്സിലായി. ഒരു ആപത്തിലും വിക്രത്തിനെ കൊണ്ടുവന്ന് ചാടിക്കാതെ അവിടുന്ന് രക്ഷിക്കാനായിട്ട് വേദയ്ക്ക് കഴിയുമെന്ന് മാഷിനറിയാം. കാരണം അവളുടെ വാക്കുകളെ മാഷ് വിശ്വസിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പല ആപത്തിൽ നിന്നും വിക്രത്തെ രക്ഷിച്ച വേദയാണ്. മാഷ് പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, അവരെ രക്ഷിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. വേദ പറഞ്ഞ്, അച്ഛൻ സങ്കടപ്പെടാതിരിക്കുക, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയോ, അമ്മയ്ക്ക് ഒരു കാരണവശാലും ഒരു ആപത്തും വരില്ല, എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേദ അവിടെ നിന്ന് പോവാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ കണ്ടെത്തണം. വിക്രം ഒളിവിൽ പോയിരിക്കുക. അപ്പൊ വിക്രത്തെക്കുറിച്ചൊരു വിവരമില്ല, എവിടെ എന്താണെന്നൊന്നും അറിയില്ല. വിക്രത്തെ കണ്ടാൽ മാത്രമേ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ, അന്ന് എന്താ സംഭവിച്ചതെന്നൊക്കെ. പിന്നീട് അനിയൻകുട്ടനെ വിളിക്കുന്നുണ്ട് വേദ. അപ്പൊ വേദ വിളിച്ചെങ്കിലും കൃത്യമായിട്ടൊരു വിവരം വേദയ്ക്ക് കിട്ടിയില്ല. ഇതേ സമയത്ത് പോലീസ് വിക്രത്തെ അന്വേഷിച്ച വീട്ടിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. വിനായകനെ നന്ദിനിയൊക്കെ അവര് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വിക്രം എവിടെയുണ്ടെന്നൊരു ചെറിയ സൂചന പോലീസിന് കിട്ടുവാണ്. അതിന് പ്രകാരം എന്ത് ചെയ്തു, പോലീസ് വിക്രത്തെ അന്വേഷിച്ച് അവിടെ എത്തുന്നുണ്ട്. പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ തലനാരിഴയ്ക്ക് വിക്രം അവിടുന്ന് രക്ഷപ്പെടുവാണ്. അല്ലായിരുന്നെങ്കിൽ വിക്രത്തിന് ഉറപ്പായിട്ടും പിടികൂടിയാനും. വിക്രം അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിക്കുകയാണ്. ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് തന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ വെളിപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. വാസവനെ ഇളക്കി വിട്ടിരിക്കുമല്ലേ, പിരികൊടുത്തുവിട്ടിരിക്കുക, വിക്രമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചതെന്നുള്ള കാര്യം വാസവൻ അറിയില്ലല്ലോ. അപ്പൊ വാസവന് കലി പൂണ്ട് നടക്കുവാണ്. വിക്രത്തെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ പാവത്തിന്. പിന്നീട് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇനി ഇത് വൈകിപ്പിച്ചു കൂടാന്ന്. ഇതേ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്തിന്റെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് വേദ ഈ സംസാരം കേൾക്കണത്.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിനകത്ത് ശ്രീയേണ്ണൻ എന്തോ പങ്കുണ്ട്. ശ്രീയേണ്ണനും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിനകത്ത് വിക്രത്തിന് യാതൊരു പങ്കുമില്ല. ഒരുപക്ഷെ വരുണിന്റെ മരണത്തിൽ ശ്രീയേണ്ണന് പങ്ക് കാണും. ദീപ്തിയെ വരുണുമായിട്ട് ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർ തമ്മിലുള്ള ബന്ധം താർക്കാൻ വേണ്ടിയിട്ട് വരുണിനെ കൊല്ലാനായിട്ട് ചിലപ്പോൾ കൊട്ടേഷ് സംഘത്തെ ഏൽപ്പിച്ചാവാനും വഴിയുണ്ട് എന്ന് വേദയ്ക്ക് മനസ്സിലായി. അവൾ വക്കീലാണല്ലോ, പെട്ടെന്ന് ഇതുപോലത്തെ ബുദ്ധികളൊക്കെ അവൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കൈയോടെ പൊക്കണം, വേരോടെ പിഴുതെറിയണം, ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിച്ചിട്ട് കാര്യമില്ല എന്ന് വേദൻ തീരുമാനിക്കുകയാണ്. പക്ഷെ വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വിക്രത്തെ രക്ഷിക്കണമെങ്കിൽ ഇനിയിപ്പം പോലീസുകാർ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നേരെ ജയിലിലേക്ക് വിടത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് വിക്രത്തിനെ കാണണം. തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ വിക്രത്തിന് ജാമ്യം എടുക്കണമെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേദയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇതേ സമയത്ത് ദീപ്തി ആണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദീപ്തി ഉറച്ചു വിശ്വസിച്ചു വിക്രമേണ്ണനാണ് വരുണെ ഇല്ലാതാക്കിയത്. അങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പോരാത്തതിന് ശ്രീകാന്ത് ദീപ്തിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ്. നിന്റെ കാര്യം എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു വാസുവിൻ്റെ മോനുമായിട്ട് നിന്റെ കല്യാണം നടത്താനായിട്ട്. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ വിക്രം നിന്നോടൊപ്പം ചേർന്നിട്ട് നിന്നെ ചതിക്കുകയോ ചെയ്തേ. നീയല്ലേ വിക്രത്തെ പൊഴുത്തി പറഞ്ഞുകൊണ്ടിരുന്നേ അവൻ പാവമാണ്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദീപ്തിയുടെ മനസ്സിനെ ഒന്നുകൂടെ ഒന്ന് വിഷമിപ്പിക്കുന്നുണ്ട്. ദീപ്തി അതെല്ലാം വിശ്വസിച്ചു. ശ്രീകാന്തേട്ടൻ പറയുന്നത് ശരിയാണ്, വിക്രമൻ എല്ലാത്തിനും കാരണക്കാരൻ. അങ്ങനെ ദീപ്തിക്കും വിക്രത്തോട് ദേഷ്യം കയറുവാണ്. ആ ഒരു ദേഷ്യം വേദയോട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വേദ കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദീപ്തിക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിക്രമേട്ടനാണ് തൻ്റെ ജീവിതം നശിപ്പിച്ച് എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. അതേസമയത്ത് വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ എന്ന് അറിയാനായിട്ട് വേദന അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. ഒടുവിൽ ഒരു രാത്രി വേദയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. വേദയുടെ ഫോണിലേക്ക് ജോസഫാണ് വിളിക്കുന്നത്. ജോസഫ് പറഞ്ഞു, വേദേ വിക്രം എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയണം. ഇത് കേട്ട വേദ ചോദിച്ചു, എവിടെയുണ്ട്? വിക്രം ഉള്ള സ്ഥലം എനിക്കറിയാം. പെട്ടെന്ന് വേദ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വിക്രത്തെ അന്ന് ആ ചക്രപാണി സാറിൻ്റെ വക്കീൽ ഓഫീസിലേക്ക് കൊണ്ടുപോവാ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. വിക്രത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്, രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ജോസഫ് വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയണം. എടാ വിക്രം, നിന്നെ കൂട്ടിയ ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ തനിച്ച് പോയിക്കോളാം, നീ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, അത് ശരിയാവത്തില്ല, നിന്നെ തനിച്ച് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ വിക്രം സമ്മതിച്ചില്ല. പക്ഷേ ജോസഫിനെ അങ്ങനെ വിടാൻ പറ്റുമായിരുന്നോ? ജോസഫ് ആകുന്ന നിർബന്ധിച്ചിട്ടും വിക്രമൻ ഞാൻ തനിച്ച് പൊയ്ക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം എന്ത് ചെയ്തു, ബൈക്കും എടുത്തോണ്ട് നേരെ ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് പോവാണ്. ഇതേ സമയത്ത് വിക്രത്തിന്റെ പിന്നാലെ പിടികൂടാൻ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അവന്മാർക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു വിക്രം എവിടെ എന്താന്നുള്ളത്. വിക്രത്തിന്റെ പിന്നാലെ അവന്മാർ പോവാണ്. ഒടുവിൽ വിക്രം അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും വാസവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്, വിക്രം ഇന്ന വഴി പോകുന്നുണ്ടെന്ന്. അത് കേട്ടതും വാസവൻ തന്റെ ജീപ്പ് എടുത്തോണ്ട് വിക്രത്തിനെ പിടികൂടാനായിട്ട് പോവാണ്. ഈ സമയം വേദ ചക്രപാണി സാറിന്റെ വക്കീൽ ഓഫീസിൽ പോയി ഇരിക്കുവാണ്. വിക്രം അതിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മനസ്സിലായതുമില്ല. അപ്പോൾ ജോസഫിനെ വിളിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, വിക്രം അങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദയ്ക്ക് എന്തോ ഒരു അപകടം എടുത്തു. ഇനി എന്തേലും വിക്രത്തിനിടയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോ എന്നൊരു ചിന്ത. ആ സമയം വിക്രം ജോസഫിനോട് പറഞ്ഞു, ജോസഫ് അങ്ങനെയാണെങ്കിൽ വിക്രത്ത് എന്തെങ്കിലും ആപത്തുണ്ടായി കാണും, ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയണം, നോക്കാന്ന് പറഞ്ഞ് ജോസഫ് ഇറങ്ങണം. വേദയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിക്രം വരാൻ സാധ്യതയുള്ള വഴി കൂടെ വേദ ആ സമയത്ത് പോവാണ്. ഈ സമയത്ത് വിക്രം എന്ത് ചെയ്തു, വിക്രം വക്കീൽ ഓഫീസിലേക്ക് വരുമ്പോഴാണ് വാസവന്റെ ജീപ്പ് പിന്നാലെ വരുന്നത്. വിക്രം നല്ല സ്പീഡിൽ തന്നെ വിട്ടു. പക്ഷെ എന്ത് ചെയ്യാനാ, വാസവന്റെ ജീപ്പ് പിന്നാലെ വന്ന് ഇടിക്കുവാണ്. വിക്രം താഴെ വീണു. താഴെ വീണിട്ട് അവിടെ നിന്ന് വിക്രം എണീറ്റ് ഓടാൻ ശ്രമിച്ചു. അങ്ങനെ വിക്രം ഓടുന്ന സമയത്ത് വാസുവിൻ എന്ത് ചെയ്ത് വിക്രത്തിനെ വെടിവെക്കുവാണ്. കാലിന് വെടിയേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് പിന്നെ ഓടാൻ പറ്റിയില്ല. വിക്രം ഒരു റബ്ബർ തോട്ടമാണ്, ഇരുട്ടുമായിരുന്നു. വിക്രം അവിടുന്ന് താഴേക്ക് ഉരുണ്ടുകൊണ്ട് താഴേക്ക് പോയി. താഴെ വന്ന് കിടക്കണം. പക്ഷെ വാസവന് വിക്രത്തെ പിടികൂടാൻ പറ്റിയില്ല. ഇതേ സമയത്താണ് വേദയൊക്കെ അന്വേഷിച്ച് വരുന്നത്. അപ്പം വാസവന്റെ വിചാരം അവന് വെടികൊണ്ടു, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് ഓർത്തുണ്ട് വാസവൻ പോകുന്നേ. രാത്രിയല്ലേ, പിന്നെ അവനെ കണ്ടുമില്ല. അവൻ താഴേക്ക് ഇനി ഉരുണ്ട് പോവുകയും ചെയ്തു. ഇനി അവൻ ജീവനോടെ ഉണ്ടാകത്തില്ല എന്നൊരു ചിന്ത വാസവന്റെ മനസ്സിലുണ്ടായിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് വേദയും ജോസഫും കൊണ്ട് വരുന്നത്. അങ്ങനെ അന്വേഷിച്ച് പഠിച്ച് വരുമ്പോഴത്തേനുമാണ് വിക്രം അവിടെ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടേ. എണീക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ വിക്രം കിടക്കുവാണ്. പിന്നീട് ജോസഫും വേദയും കൂടെ ചേർന്നിട്ട് വിക്രത്തെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരികയാണ് ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക്. അവിടേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വേദ വിക്രത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും
വിക്രത്തെ വിട്ടുകൊടുക്കാനായിട്ട് വേദയ്ക്ക് പറ്റുമായിരുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും പോലീസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വാസവന്റെ കയ്യിലേക്കോ വിക്രത്തെ കൊടുക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തും. ഇതിന്റെ പിന്നിൽ ആരാ എന്താന്നൊക്കെ ഒടുവിൽ വാസവനെ അറിയിക്കും. വാസവൻ തന്നെ ശ്രീകാന്തന്റെ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അയാളുടെ കളികളാണ്, ചന്ദ്രശേഖരന്റെ ശ്രീകാന്തന്റെ കളികളാണെന്ന് വാസവൻ അറിയും. വാസവൻ അറിഞ്ഞാൽ പിന്നെ അവരെ വെറുതെ വിടത്തില്ല. ഉറപ്പായിട്ടും അവർക്കിട്ടുള്ള പണി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.